ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റാണ്ട കണ്ണ് വിളിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞൊണ്ടിയാണ് നടന്നു വരുന്നത്. അപ്പോൾ എണീറ്റ് ഉടനെ ഞാൻ വിചാരിച്ച് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ കിച്ചണിൽ കയറും. അപ്പോൾ രാവിലത്തെ പരിപാടി ഇന്ന് ചോറ് കുറച്ച് തലേന്നത്തെ ഇരിപ്പുണ്ട് കേട്ടോ. അത് തിളപ്പിച്ച് വിട്ടലാണേ. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ കലം വെച്ചിരിക്കുന്നത്. ഉമ്മ എപ്പോഴും കൂടുതൽ ചോറ് വയ്ക്കും. ഉമ്മ വലിയൊരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഉമ്മക്ക് അങ്ങനെ ശീലമായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കുറേയൊക്കെ പറഞ്ഞ് മാറ്റി കുറച്ചാക്കിയിട്ടുണ്ട്. കുടിക്കാനായിട്ടുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരിയാണ് കേട്ടോ എടുക്കുന്നത്. പൈപ്പിൽ വരുന്ന വെള്ളം എടുക്കില്ല. ടാങ്കൊക്കെ വല്ലപ്പോഴുമൊക്കെയാണ് കഴുകാറ്. അപ്പോൾ പാചകത്തിനും കുടിക്കാനും എല്ലാം കിണറ്റിൽ നിന്ന് ഞാൻ കോരിക്കൊണ്ടുവന്നാണ് എടുക്കുന്നത്. ഒരു ഒറ്റയാൾ പോരാട്ടം ആയതുകൊണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുത്ത് എത്തിയെന്ന് വരത്തില്ല. മക്കൾ രണ്ടുപേരും ട്യൂഷന് പോയി. തക്കടുവാണെങ്കിൽ നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ എണീക്കുമ്പോഴത്തേനും ഇവിടുത്തെ ജോലിയെല്ലാം ഒതുക്കണം. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ്. മുമ്പ് ഒരിക്കൽ ചോറ് ഊറ്റാൻ നേരത്തെ എൻ്റെ കൈ കൂടെ എല്ലാം ഈ തിളച്ച വെള്ളം വന്ന് അങ്ങ് വീണിട്ടാ. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ആ കയ്യിൽ വെച്ചങ്ങ് മുക്കിയെടുത്ത്. അപ്പോൾ ഇന്ന് ചോറും തൈരും അതുപോലെ ഉരുളക്കിഴങ്ങ് വറുത്തതുമാണ് കേട്ടോ പിള്ളേർക്ക് കൊടുത്തു വിടുന്ന. രാവിലെ എന്താണോ കഴിക്കാനുണ്ടാക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ കഞ്ഞിയായിരിക്കും, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. എപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് രാവിലെയും കഴിക്കും, ഉച്ചത്തേനും. രാവിലത്തെ ജോലിയെല്ലാം ഞാൻ ഒരുവിധം ഒതുക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. എനിക്ക് നേരത്തെ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഇനി എനിക്കും കൂടെ റെഡി ആവണം. തക്കടുവിനെ ഞാൻ പാലക്കാട് സ്കൂളിലാണ് കേട്ടോ വിടുന്നത്. ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഡെയിലി വർക്കും ഉണ്ട്. ആകെ ട്യൂസ്ഡേ മാത്രമാണ് ലീവുള്ളത്. അന്നാണ് ഞാൻ കോഴ്സിന് പോകുന്നത് കേട്ടോ. എന്തായാലും തക്കടുവിനെ ടൗണിലാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ടൗണിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. രാവിലെ എണീറ്റ് വീട്ടിലത്തെ ജോലി, അത് കഴിഞ്ഞാൽ നേരെ ജോലിക്ക് പോകും. വൈകിട്ട് വരുമ്പോഴാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു ബിസിനസ്സുണ്ട്, കടലയും മിഠായികളൊക്കെ പാക്ക് ചെയ്ത് കടയിൽ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ട് ജോലിക്ക് പോയെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൂടെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന്. അങ്ങനെ ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സിനായിട്ട് ജോയിൻ ചെയ്തു കേട്ടോ. ആ കോഴ്സിന് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് സൺസ്മാർട്ട് ബിൽഡേഴ്സിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കയറുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ റീൽസും അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും എൻ്റെ ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗായിട്ടാണ് ഇടുന്നത്. വേറെ കണ്ടൻ്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. അതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ തികയാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വീട്ടിലത്തെ ജോലി ഒതുക്കും, മക്കളെല്ലാം സ്കൂളിൽ വിടണം. അത് കഴിഞ്ഞാൽ നേരെ ജോലിയുള്ള ദിവസമാണെങ്കിൽ ജോലിക്ക് പോകും, ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ ക്ലാസ്സിന് പോകും. എന്തായാലും വൈകിട്ട് വരുമ്പോൾ കടകളിലൊക്കെ സാധനങ്ങൾ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും. ഇപ്പോൾ താക്കടുവിനെയും കൊണ്ട് വരികയും അതുപോലെ മഴയും പെയ്യുന്നതുകൊണ്ട് വൈകിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. എങ്കിലും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ സമയം കണ്ടെത്തിയിട്ട് ഞാൻ കൊടുക്കും. ചിലപ്പോൾ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്തായിരിക്കും അത്യാവശ്യം കടകളിലുള്ളതൊക്കെ സഞ്ചിയോടെ അവിടെ അങ്ങ് കൊടുത്തിട്ടാണ് ഓടുന്നത്. ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ ജീവിതം മൊത്തം. കുറേ നാളുകൊണ്ട് ഞാൻ വീഡിയോയിലൊരു കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ 10,000 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിവ് അവേ പോലെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുകയും അതുപോലെ എൻ്റെ വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടുകയും ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 10,000 ആകുമ്പം നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ആദ്യം തൊട്ട് വീഡിയോ ഇടുമ്പോഴെല്ലാം കമൻറ്റ് ചെയ്യുന്ന 2 വ്യക്തികൾക്കായിരിക്കും. അപ്പോൾ വീട്ടിലത്തെ ജോലി അവിടം വരെ ഉള്ളൂ. പിന്നെ അതിന് ശേഷം മൊത്തം എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ വെപ്രാളത്തിന് റെഡി ആയതാണ്ട് കോളേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ വീഡിയോ എടുക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും തക്കടും എണീക്കും. പിന്നെ അതിനെ കുളിപ്പിക്കലും കഴിക്കാൻ കൊടുക്കലും അതിനൊരുക്കലും ഒക്കെ ആവുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും ആ ലാസ്റ്റ് മൊമെൻറ്റുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല. നെട്ടോട്ടം ആയിരിക്കുമേ അങ്ങോട്ടൊക്കെ ഈ ഫോണും സ്റ്റാൻഡും കൊണ്ട് ഓടാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ കുറേ നാൾ കൂടിയാണ് കേട്ടോ ക്ലാസ്സിന് വരുന്നത്. 3-4 മാസം കണ്ടായി ക്ലാസ്സിന് വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അങ്ങനെ എല്ലാവരും പഠിച്ച് ഒരുവിധമൊക്കെ പഠിച്ച്
ഞാനാണെങ്കിൽ എനിക്ക് ആ ക്ലാസ്സുകളൊക്കെ മിസ്സായിപ്പോയി. ഇടയ്ക്ക് ഇക്ക നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ക്ലാസ്സിലൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വർക്കും ക്ലാസ്സും കച്ചവടവും എല്ലാം കൂടെ ബിസി ആയിക്കഴിഞ്ഞാൽ ഇക്കാൻ്റെ അടുത്ത് ഒരു നേരം പോലും ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിന് നോക്കി നിർത്തിയത്. അങ്ങനെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് തക്കടുവിനെയും വിളിച്ച് കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ദാണ്ടെ ഇനി കുറച്ചുകൂടെ സാധനങ്ങൾ വീട്ടിലിരിക്കുകയാണ്. കുറച്ച് വീട്ടിലിരിപ്പുണ്ട്, കുറച്ച് പാക്ക് ചെയ്യുന്നിടത്തും. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി ദാണ്ടെ പാക്ക് ചെയ്യുന്നിടത്തോട്ട് വന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കണം, ഒന്നും ബോർഡ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും പാക്ക് ചെയ്യുന്നിടത്തെ അസ്നയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ബോർഡ് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്നും പറഞ്ഞ് ഞാൻ വിചാരിച്ച് കടയിൽ കൊടുക്കുന്നത് പിറ്റേ ദിവസം കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ മൊത്തം ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ബോർഡ് അടിച്ച്. ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ഓരോന്നൊക്കെ ഇങ്ങനെ ഓരോ ഡൗട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പല കാര്യങ്ങളുമായിട്ട് മൊത്തത്തിൽ കൊളാബായിരിക്കും കേട്ടോ എൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും. പിന്നെ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ ഞാൻ സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നത് അതിൻ്റെയാണ്. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ളവരുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത്യാവശ്യം സംസാരിക്കാനും ആളുകളൊക്കെ ആയിട്ട് ഇടപഴകാനും കഴിവുള്ള ലേഡീസിനോ ജെൻസിനോ ആർക്കും നമുക്ക് ഈ ബിസിനസ് ഫോണിൽ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ ഈ വീഡിയോയിലെല്ലാം മുമ്പേ വീഡിയോസിലൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുള്ളത്. ലേഡീസും ജെൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ. നമ്മൾക്ക് ഇത് ചെയ്യാൻ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോൾ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആർക്കും ചെയ്യാം. പ്രായമായവർക്കും ചെയ്യാം, പ്രവാസികൾക്ക് ചെയ്യാം, അതുപോലെ പെൻഷൻ മേടിക്കുന്നവർക്ക്, റിട്ടയർഡ് ആയവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വർക്കാണ്. നമ്മളിത് ഫോണിൽ കൂടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ എൻക്വയറി, സ്ഥലം വേണമെങ്കിലോ വിൽക്കാനോ, സ്ഥലവും വീടും ആയിട്ട് വാങ്ങാനോ വിൽക്കാനോ, അല്ലെങ്കിൽ സ്ഥലം മേടിച്ചിട്ട് അതിൽ വീട് വയ്ക്കാനോ ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മുന്നേ സ്ഥലങ്ങളുടെ റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. ഞാനിത് രാത്രിയിലിരുന്നിട്ടാണ് കേട്ടോ വോയിസൊക്കെ കൊടുക്കുകയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് തക്കടും ഇവിടെ ഉറങ്ങിയിട്ടില്ല, എൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ കലപിലാ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തക്കടുവിനെ ഉറക്കിയിട്ട് ഞാൻ വന്നിട്ട് വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെ കൂട്ടത്തിൽ ഞാനും അങ്ങ് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഇടലൊന്നും നടക്കുന്നില്ല. ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ കേട്ടോ നമുക്കൊരു വിജയം കിട്ടുള്ളൂ. നാളെ നീളേന്ന് പറഞ്ഞ കണക്ക് ആയി പോകും അല്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലത്തേന് ടെലികോളേഴ്സിനെയൊക്കെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഉണ്ട് പറഞ്ഞാൽ ഉത്തമമായിരിക്കും. ഇതിന് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. വിദ്യാഭ്യാസം കുറവാണെങ്കിലും സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടല്ലോ, ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ കഴിവുള്ള, അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി അവസരം കിട്ടും കേട്ടോ. അത് എവിടെ ഓഫീസ് വരുന്നതെന്ന് വെച്ചാൽ പാലക്കാട് ടൗൺ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മംഗളം ടവറിലെ 2nd ഫ്ലോറിലാണ്. മൈജിയൊക്കെ വരുന്നത് അവിടെയാണ്. ആർക്കു വേണ്ടിയും ഒരു അവസരവും കാത്തിരിക്കില്ല കേട്ടോ. അവസരം എന്തായാലും നമ്മുടെ പിറക്കെ വരില്ല. ഒരവസരം ഇവിടുന്നോ കിട്ടിയാൽ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. എല്ലാവരുടെ അടുത്തും ജോലിക്ക് പോകാനൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ എൻ്റെ ഏകദേശം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബോർഡായി തീർന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ കലപില വർത്താനങ്ങൾ, കുശല അന്വേഷണങ്ങൾ, വിശേഷങ്ങൾ പറച്ചിൽ, കുറച്ച് പരിദൂഷണം പറച്ചിൽ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്ത് ബോർഡൊക്കെ അടിച്ച് എല്ലാം ആയി വന്നപ്പോൾ സമയം 8 മണി 8:30 അപ്പോഴാണ് നമ്മളെ കാക്കു ഗൾഫിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി ഈ രാത്രി നേരത്ത് നീ സാധനങ്ങളൊന്നും കൊടുക്കാൻ പോണ്ട, നേരെ വീട്ടിലോട്ട് പോവാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് വർക്കിന് പോകുമ്പം കടയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തിട്ട് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ കണ്ട് സ്കിപ്പ് അടിച്ച് ഇങ്ങനെ പോലെ മനുഷ്യന്മാരെ.